ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇതുവരെ കണ്ട പോലെയൊന്നും ആയിരിക്കില്ല. ഇനിയും ആ പ്രതിപട്ടിക നീളാനുള്ള സാധ്യതയാണ് കോടതി പറയുന്നതും വിശകലനങ്ങൾ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യവും. ഇപ്പോൾ SITയുടെ പരിശോധന, ഇതിപ്പോൾ സന്നിധാനത്തുള്ള പരിശോധന 8 മണിയോടുകൂടി ആരംഭിക്കുമെന്ന് അറിയുന്നത്. സന്നിധാനത്ത് പോയിട്ട് വീണ്ടും പരിശോധനകളൊക്കെ നടത്തുന്ന സാമ്പിളുകളൊക്കെ ശേഖരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഇനിയിപ്പോൾ കാലപ്പഴക്കമടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ SIT അല്പസമയം സന്നിധാനത്തുണ്ട്. 8 മണിയോടുകൂടി അവിടെ പരിശോധനയും ഒക്കെയും തുടങ്ങും. അപ്പോൾ ഒരു വമ്പൻ കൊള്ള നടന്നിട്ടുണ്ട്. ആ കൊള്ളയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് സാരം. അടുത്തൊരു വാർത്തയിലേക്ക് പോയാലേ, നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഇത്തവണ മത്സരിക്കേണ്ടെന്നാണ് വ്യക്തിപരമായ തീരുമാനമെന്ന് പറയുകയാണ് KT ജലീൽ MLA. എന്നാൽ പാർട്ടി നിർബന്ധിച്ചാൽ മാറി നിൽക്കാൻ കഴിയില്ല. 4 തവണ MLAയും മന്ത്രിയുമാക്കിയത് പാർട്ടിയാണ്. ഇടതുപക്ഷത്തെ ശക്തിപ്പെടുത്താൻ എല്ലാ പ്രവർത്തനവും തുടരും. പൊതുരംഗത്ത് പ്രവർത്തിക്കാൻ അധികാരം വേണ്ടെന്നും KT ജലീൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഇപ്പോഴും വ്യക്തിപരമായിട്ട് എനിക്ക് മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം. ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ അഭിപ്രായം തന്നെയാണ്. എന്നാൽ അന്തിമമായിട്ട് നമുക്കത് തീരുമാനിക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ വ്യക്തിപരമായിട്ട് ആഗ്രഹിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ടോ അല്ല മുമ്പ് നമ്മൾ മത്സരിച്ചത്. അപ്പോൾ ഒരു സന്നിദ്ധ ഘട്ടത്തിൽ പാർട്ടി നമ്മളോടൊരു കാര്യം പറഞ്ഞാൽ അപ്പം എന്ത് ചെയ്യണം എന്നുള്ളത് തീർച്ചയായിട്ടും ആ സമയത്ത് ആലോചിക്കും. അല്ല, പൊതുപ്രവർത്തനം നടത്താൻ അധികാരം തന്നെ വേണമെന്നില്ല. പൊതുപ്രവർത്തന രംഗത്ത് വളരെ സജീവമായിട്ട് ഞാനുണ്ടാവും. ഇടതുപക്ഷ സഹയാത്രികനും പ്രത്യേകിച്ച് CPIMന്റെ സഹയാത്രികനായിട്ടുള്ള ഈ ഒരു പ്രയാണം തുടരും. ശാന്തകുമാർ വെള്ളാലത്ത് വിവരങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേർന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ KT ജലീൽ മത്സരത്തിൽ നിന്നും ഒരു വിട്ടുനിൽക്കാം അല്ലെങ്കിൽ മാറി നിന്നേക്കാം എന്ന് പറയുകയാണ്, പരസ്യമായി പറയുകയാണ്. സേതു, ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് നമുക്കറിയാം. KT ജലീൽ ഒരു 2 വർഷം മുമ്പ് തന്നെ ഇനി മത്സര രംഗത്തേക്കില്ല, പുതിയ ആളുകൾ വരട്ടെ എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ ഒരു പരസ്യ പ്രതികരണമൊക്കെ നടത്തി കഴിഞ്ഞതാണ്. 4 പ്രാവശ്യം മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു ഇടത് MLA ആയി, അത് തുടർച്ചയായി ഇടത് MLA ആയ ഒരാൾ കൂടിയാണ് KT ജലീൽ. KT ജലീലിനെ പാർട്ടിക്കും വലിയ വിശ്വാസമുണ്ട്. ആ മണ്ഡലത്തിൽ വിജയിക്കണമെങ്കിൽ KT ജലീൽ തന്നെ വേണമെന്നുള്ള ഒരു നിരീക്ഷണത്തിൽ തന്നെയാണ് CPM ഉള്ളത്. അതുകൊണ്ട് KT ജലീലിനെ ഇപ്രാവശ്യവും മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കാൻ സാധ്യത വളരെ കുറവായിരിക്കും. പക്ഷേ KT ജലീലിന്റെ വ്യക്തിപരമായ തീരുമാനം മത്സരിക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പാർട്ടി പറയുകയാണെങ്കിൽ, പാർട്ടിക്ക് വേണ്ടിയാണ് എല്ലാം നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ പാർട്ടി പറയുകയാണെങ്കിൽ, പാർട്ടിയുടെ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ അത്തരം ഒരു കാര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ മത്സരരംഗത്തേക്ക് വരേണ്ടി വരും എന്ന് അവർ കൃത്യമായി അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് KT ജലീൽ ഈ തെരഞ്ഞെടുപ്പിലും മത്സരരംഗത്ത് ഉണ്ടാവുമെന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. അത് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞ് വെക്കുകയും ചെയ്യുന്നത്. അദ്ദേഹം നേരത്തെ സൂചിപ്പിച്ചിരുന്നത് മത്സരിക്കാനില്ല, അദ്ദേഹത്തിന് എഴുത്തും അതുപോലെ തന്നെ യാത്രയുമായി മുന്നോട്ട് പോകാനാണ് താല്പര്യമെന്ന് പറഞ്ഞിരുന്നു. 4 തവണ MLA ആയിട്ട് ഇനിയും അങ്ങനെ തുടരുന്നതിൽ അർത്ഥമില്ല, ഇല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് അത് അലോസരമുണ്ടാക്കുമെന്നുള്ള അഭിപ്രായമെല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ പാർട്ടി തന്നെ അത്തരത്തിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ മത്സരരംഗത്ത് സജീവമായി ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. സേതു, ശരി. ശാന്തകുമാർ വെള്ളാലത്താണ് വിവരങ്ങൾ നൽകിയത് മലപ്പുറത്ത് നിന്ന്.